റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മലപ്പുറം തിരൂരിൽ അനധികൃതമായി കുപ്പികളിൽ കുടിവെള്ളം നിറച്ച് വിൽപ്പന. തിരൂർ മാങ്ങാട്ടിരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് വിവിധ ബ്രാൻഡുകളുടെ പേരിൽ കുപ്പികളിൽ കുടിവെള്ളം നിറയ്ക്കുന്നത്. പരാതിയെ തുടർന്ന് വിതരണത്തിനുള്ള ലൈസൻസ് മുൻപ് റദ്ദാക്കിയിരുന്നു. എന്നാൽ വീണ്ടും കുഴൽക്കിണറിൽ നിന്ന് വെള്ളം നിറച്ച് വിൽപ്പന തുടരുകയാണ്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ, ഇത്തരത്തിൽ കുഴൽക്കിണറിൽ നിന്ന് ഈ കുപ്പികളിൽ വെള്ളം നിറച്ച് അത് വിൽപ്പന നടത്തരുത് എന്നുള്ളത് കർശന നിർദ്ദേശമുള്ളതാണ്. ഇതിനു മുൻപും ഇവർക്ക് വാർണിംഗ് നൽകിയതാണ്. പിന്നീടും എങ്ങനെയാണ് ഇവർക്കിത് ആവർത്തിക്കാൻ കഴിയുന്നത്? ഇനിയെങ്കിലും ഇത് പൂട്ടിക്കാനുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിർത്താനുള്ള നടപടികൾ ഉണ്ടാകുമോ? മലപ്പുറം ജില്ലയിലെ തിരൂർ മാങ്ങാട്ടിരിയിൽ കുപ്പികളിൽ അനധികൃതമായി കുടിവെള്ളം നിറച്ച് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെ നേതൃത്വമെടുത്ത് പൂട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വിവിധ ബ്രാൻഡുകളുടെ ബോട്ടിലുകളിൽ കുടിവെള്ളം നിറച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി എന്നുള്ളതാണ്. അങ്ങനെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ഉടമയാണ് ഇത്തരത്തിൽ നഗരസഭയ്ക്കും അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ അവിടെ അനധികൃതമായി ബോട്ടിലുകളിൽ കുടിവെള്ളം നിറയ്ക്കുന്നതായി കണ്ടെത്തുകയും അവിടെ ആ സ്ഥാപനം പൂട്ടി സീൽ വെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ നടത്തിപ്പിനുള്ള അതായത് സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കുള്ളത് വിതരണത്തിൻ്റെ ലൈസൻസ് മാത്രമാണ്. അത് പക്ഷേ മുൻപ് ഇതുപോലെ നൽകിയ ഒരു പരാതിയിൽ തുടർന്ന് റദ്ദ് ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയാണ് വീണ്ടും ഇത്തരത്തിൽ അനധികൃതമായി ബോട്ടിലുകളിൽ കുടിവെള്ളം നിറച്ച് വിവിധ ബ്രാൻഡുകളുടെ സ്റ്റിക്കർ ഒട്ടിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതി ഇയാൾ തുടർന്ന് പോരുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികാരികൾ തിരിഞ്ഞു നോക്കിയില്ല. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ കൃത്യമായി ഇടപെടണമെന്ന ഈ പരാതിക്കാരെല്ലാവരും ചേർന്ന്, അതായത് ഇയാൾ വെള്ളം നിറച്ച് കൊടുക്കുന്ന വിവിധ ബ്രാൻഡുകളുടെ ചുമതലപ്പെട്ട ആളുകൾ ചേർന്ന് നഗരസഭയിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിലും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ റെയ്ഡ് നടന്നിട്ടുള്ളത്. പാലക്കാടുള്ള ഒരു ബ്രാൻഡിൻ്റെ വിതരണ ചുമതല മാത്രമാണ് ഇയാൾക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുള്ളത്. ആ ലൈസൻസ് പക്ഷേ റദ്ദാക്കിയിരുന്നു. എന്നിട്ടും ഇയാൾ അടങ്ങിയില്ല. അതിനുശേഷവും കുഴൽക്കിണറിൽ നിന്ന് വെള്ളമെടുത്താണ് ഈ ബോട്ടിലുകളിൽ വെള്ളം നിറച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും കുഴൽക്കിണറിൽ നിന്ന് വെള്ളമെടുത്ത് ഇത്തരം മിനറൽ വാട്ടറാക്കി ബോട്ടിലുകളിൽ നിറച്ച് വിൽപ്പന നടത്താൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള രീതിയാണ്, ഒട്ടും അശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു മറ്റ് സ്ഥാപനങ്ങളുടെ ഉടമകളുടെ ആവശ്യം. അത് കൃത്യമായി നടന്നിട്ടുണ്ട്. എന്തായാലും ഇയാളുടെ മറ്റ് തുടർ നടപടികൾ ഉൾപ്പെടെ നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പും മുന്നോട്ട് വയ്ക്കുന്നത്.